ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളോടൊപ്പമാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ കാണാതിരിക്കുക. കാര്യം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മുടെ കുട്ടികൾ കണ്ട് വളരാൻ പാടില്ല. അതുകൊണ്ടാണ്. കണ്ട് വളർന്നു കഴിഞ്ഞാൽ സ്വന്തം അച്ഛനെയും അമ്മയും പോലും പേടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഞാൻ ഏത് വാർത്തയെ പറ്റിയാണ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് നടന്ന അർഷദിന്റെ മരണം. ഞാൻ ഈ വാർത്തകൾ കണ്ടപ്പോൾ എനിക്ക് അതിനകത്ത് മനസ്സിലായ ഒരു കാര്യം, ഇത് പക്ക പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തതാണ്. ഈ അഷ്കറും അവന്റെ നിലവിലുള്ള ഭാര്യയെന്നോ കാമുകിയെന്നൊക്കെ പറയാൻ പറ്റുന്ന ഈ കുഞ്ഞിന്റെ അമ്മയായിട്ടുള്ള അഖിലയും, ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ കേസ് പോകുന്നത് 3 ഡയറക്ഷനിലോട്ടാണ്. 3 മരണം. ഒന്ന് അഖിലയുടെ മുൻ ഭർത്താവ് അഖിലിന്റെ മരണം, 2 അഷ്കറിന്റെ ഒരു കാമുകിയുണ്ട്, പുള്ളിക്കാരത്തിന്റെ മരണം, പിന്നെ ഈ മരണം അവൻ എന്തായാലും സമ്മതിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഈ പന്ന ഡാഷ് മോളായിട്ടുള്ള അഖിലയുടെ പങ്ക് എന്താണെന്ന് കൂടി അറിഞ്ഞാൽ മതി. അവിടെ അറിവോട് കൂടിയാണോ ഇവനിത് ചെയ്തതെന്ന്. അറിവോട് കൂടി ചെയ്യാനാണ് സാധ്യതകൾ കൂടുതൽ. കാരണം ഈ മരണം മാത്രമല്ല, തൊട്ടു മുമ്പുള്ള അഖിലയുടെ ഭർത്താവിന്റെ മരണത്തിലും അഷ്കറിന് പങ്കുണ്ട്. വാർത്തകളിലൊക്കെ പറയുന്നത് അല്ലെങ്കിൽ പുറത്തോട്ട് വരുന്ന നറേഷൻ, അഖിലയുടെ ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് അഷ്കർ അഖിലയുടെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നത് എന്നുള്ള തരത്തിലാണ്. പക്ഷെ എന്നാൽ അങ്ങനല്ല. ഈ കുട്ടിയുടെ റീൽ എടുത്തൊരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ, ആ വ്യക്തി അഖിലയുടെ സീനിയർ ആയിട്ട് പഠിച്ചതാണ്. ഒരു ദിവസം ഈ അഖിലയും ഇവനും തമ്മിലുള്ള ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട സമയത്ത് ഇവൻ ഇവിടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഇവൻ ആള് റെഡിയല്ല, നീ ട്രെയിനിലാണ് തല വെക്കാൻ പോകുന്നത്. ഇത് കേട്ടിട്ടും ഇവൾ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഇവൾ അവനേക്കാളും വലിയ ഉടായിപ്പാണ്. അത്രയും വലിയ ലോക പിഴച്ചവളാണ് ഇവള്, ഈ അഖില എന്ന് പറയുന്ന ഈ കുഞ്ഞിന്റെ ജന്മം നൽകിയ സ്ത്രീ. അല്ലെങ്കിൽ പിന്നെ ഒരുത്തനും തന്റെ കുഞ്ഞിന്റെ അടുത്ത് ഈ രീതിയിൽ പെരുമാറുന്നത് ഒരു അമ്മയും കണ്ടു നിൽക്കില്ല. ഇവളെ അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല. പിശാജ് പെറ്റിട്ടെന്നും പറഞ്ഞ ഒരുത്തി ഇവിടെ അമ്മയാവത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലോട്ട് വരാൻ. ഇനി അഖിലിന്റെ മരണം. ഇവള് 3-ാം മാസം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് അഖില് ആത്മഹത്യ ചെയ്യുന്നത്. എന്തോ വഴക്കുണ്ടായിട്ട് ഇവൾ ആ വീട്ടിൽ നിന്ന് 3-ാം മാസം പ്രഗ്നന്റ് ആയ സമയത്ത് ആ അഖിലിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. പിന്നീട് ആ വീട്ടിലോട്ട് ഇവള് തിരിച്ചു വന്നിട്ടില്ല. അതേ തുടർന്നാണ് അഖില് മരിക്കുന്നത്. ഇതിനകത്ത് ഈ അഷ്കറിനും അഖിലയ്ക്കും പങ്കുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ഒരു മെന്റൽ ടോർച്ചർ കാരണമാണ് ആ വ്യക്തി അങ്ങനെ ചെയ്തതെന്നുള്ള പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവള് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ ഈ അഷ്കർ ഇവിടെ വീട്ടിൽ പെണ്ണ് ചോദിച്ച് ആളെ വിട്ടിട്ടുണ്ട്. ഭർത്താവ് മരിച്ചിരിക്കുന്ന ഗർഭിണിയായിരിക്കുന്ന ഏതെങ്കിലും പെണ്ണിന്റെ വീട്ടിലോട്ട് കല്യാണ ആലോചനയ്ക്ക് എവിടെങ്കിലും ആളെ വിടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ അത് നടന്നിട്ടുണ്ട്. ഇത് നമ്മളാരും പറഞ്ഞിട്ടുള്ളതല്ല, ഈ പെണ്ണിന്റെ അമ്മ, അഖിലയുടെ അമ്മ റീന പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം ആ കുഞ്ഞ് അവൾ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് തന്നെ ഈ പ്രപ്പോസലായിട്ട് വന്നത് ഡാൻസ് ക്ലാസ്സിലെ അനു എന്ന് പറഞ്ഞ ആ വ്യക്തി അവളുടെ ഹസ്ബൻഡുമാണ് വന്നത്. അപ്പോൾ ഞാൻ അപ്പോഴും പറഞ്ഞതാണ്, കുഞ്ഞിനെ നോക്കുന്നവർക്ക് മാത്രമേ വിവാഹം കഴിച്ച് കൊടുക്കാറുള്ളൂ, അല്ലാതെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനിടയ്ക്ക് ഇവർ എപ്പോഴും പിന്നെ ഫോൺ നമ്പറൊക്കെ കൈമാറി ഇവർ രഹസ്യമായിട്ട് വിളിക്കാൻ തന്നു. പിന്നീട് ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഇവളിങ്ങനെ ഇവരൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവള് അതിന് ശേഷമാണ് ഈ പരിപാടിക്ക് നടന്നതെന്നാണ്. അല്ല, പ്രഗ്നന്റ് ആയ സമയത്ത് ഈ അനു എന്ന് പറയുന്ന ഈ അവക്കിനകത്ത് വ്യക്തമായ പങ്കുണ്ട്. ഈ അനു എന്ന് പറയുന്ന ഡാൻസ് ടീച്ചർക്ക് ഇവള് മാമാപ്പണി ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്, കൂട്ടിക്കൊടുപ്പ്. ഈ എല്ലാ കൊള്ളരുതായ്മയ്ക്ക് കൂടെ നിന്ന് ഈ പൊന്ന ഡാഷ് മോള്, ഈ അനു എന്ന് പറയുന്ന ഇവള് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ സ്ഥലത്തെ ടീച്ചർ, ഡാൻസ് ടീച്ചർ, അവളെ ആദ്യം പൊക്കിയെടുത്ത് അവിടെ കൊണ്ടുവെക്കണം. അവർക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം. ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന ലേഡിയുടെ വീട്ടിലോട്ട് കല്യാണ ആലോചനയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ ഇതിനു മുമ്പും ബന്ധമുണ്ട്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയ റിലേഷൻഷിപ്പ് ആയിരിക്കത്തില്ല. ഏത് പെണ്ണാണ് ഭർത്താവ് മരിച്ചു കിടക്കുന്ന സമയത്ത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് വേറെ റിലേഷൻഷിപ്പിന് പോകുന്നത്? ഒരു പെണ്ണും പോകില്ല, പെണ്ണായിട്ടുള്ളവള് പോയില്ല. അപ്പോഴാണ് കല്യാണാലോചനയായിട്ട് വീട്ടിലോട്ട് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അഖിലിന്റെ മരണത്തിൽ യവക്കും അവനും പങ്കുണ്ട്. ഇനി 2ാമത്തെ മരണം, അഷ്കറിന്റെ കാമുകിയുടെ മരണം. ഈ അഷ്കറിന് ഒരു കാമുകി ഉണ്ടായിരുന്നു, ഓൾറെഡി ഭാര്യയുണ്ട്. അതിന്റെ കാര്യം ഞാൻ പിന്നീട് പറയാം. അതിനെ ഡിവോഴ്സ് ഒന്നും ചെയ്യാതാണ് ഇവളുമായിട്ട്, ഈ മോളുമായിട്ട് ഇവൻ റിലേഷൻഷിപ്പിലാവുന്നത്. ഇതിനു മുമ്പ് വേറൊരുത്തിയായിട്ട് റിലേഷൻഷിപ്പായി. അവക്ക് വിവാഹ വാഗ്ദാനം നൽകി അവളെ പറ്റിച്ചു. അതേ തുടർന്ന് ആ പെണ്ണും പോയി ജീവൻ ഒടുക്കി. ഈ അഷ്കർ, അഖില, ഈ മരിച്ച പെണ്ണ്, ഇവരെല്ലാവരും ഈ ഡാൻസ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. യവൻ അവളെ കളഞ്ഞിട്ട് ഇവിടെ കൂടി അഖിലയുടെ കൂടെ പോയതിന്റെ പേരിലാണ് അവൾ മരിച്ചതെന്നാണ് പറയുന്നത്. ഈ മരണത്തിൽ ഈ 2 പന്നകൾക്കും പങ്കുണ്ട്. ഈ ഡാൻസ് ടീച്ചർ എന്ന് പറയുന്ന ആ നാറി ഉണ്ടല്ലോ, അവളെ പൊക്കി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടും. ഇതെല്ലാം ഇവിടെ ഫ്രണ്ടിൽ കൂടാണ് കടന്നു പോകുന്നത്. ഇതിനകത്ത് എല്ലാത്തിനകത്ത് ഒരു ക്രൂഷ്യൽ ത്രെഡായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. 3ാമത്തെ പറഞ്ഞ കുഞ്ഞത്. ഇത് വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി ചെയ്തേക്കുന്നതാണ്. ഈ കുഞ്ഞിനെ ഒഴിവാക്കാൻ വേണ്ടി പല രീതിയിൽ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഡാൻസ് ടീച്ചർ എന്ന് പറയുന്ന അനു മുഖേന ഈ കുഞ്ഞിനെ അവന്റെ വീട്ടുകാർക്ക്, അഖിലിന്റെ വീട്ടുകാർക്ക് നൽകാൻ ഒരു ശ്രമം നടത്തി. പക്ഷെ അത് അവർ പിൻവലിച്ചു. ആ പ്ലാനുമായിട്ട് പിന്നീട് മുന്നോട്ട് പോയില്ല. കാരണം എന്താ? ഈ കുഞ്ഞ് ജീവനോട് ഇരുന്ന് കഴിഞ്ഞാൽ നാളെ ഇവറ്റകൾ തമ്മിൽ കല്യാണം കഴിച്ചാലും ഈ കുഞ്ഞ് ഇവനൊക്കെ ബാധ്യതയാകുമെന്ന് അവൻ അറിയാം. അതുകൊണ്ട് മനഃപൂർവ്വം അതിനെ ഒഴിവാക്കണം. ഈ അഷ്കർ എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള കരുണയോ ഇഷ്ടമോ അതിനോട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവനും അവന്റെ വീട്ടുകാർക്കും ആ കുഞ്ഞിനെ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടി തന്നെ എവിടെ അറിവോടുകൂടി കരുതിക്കൂട്ടി ചെയ്തതാണ്. ഈ കൊല ഇവിടെ അറിവോടുകൂടിയാണ് ചെയ്തതെന്ന് പറയാനുള്ള കാരണം, ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവള് സ്ഥലത്തില്ല. ഇവള് കുട്ടിയെ ഇവനെ ഏൽപ്പിച്ചിട്ട് തമിഴ്നാട്ടിൽ ഡാൻസ് കളിക്കാൻ പോയി. ഇവനെ ആണെങ്കിൽ ഈ കുഞ്ഞിനെ
തീരെ താല്പര്യമില്ല. ഇവിടെ മുൻപ് വെച്ച് തന്നെ മുൻപ് ഉപദ്രവിച്ചിട്ടുള്ളതാണ്. അത് ഇവള് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇപ്പോൾ 1.5 വയസ്സുള്ള കുട്ടിയെ ഇവനെ ഏൽപ്പിച്ചിട്ട് ആ കുട്ടിയെ ഇഷ്ടമല്ലാത്ത ഈ നാറിയെ ഏൽപ്പിച്ചിട്ട് എന്തിന് ഇവള് തമിഴ്നാട്ടിൽ പോയി? ഈ 1.5 കൊല്ലം ഈ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത് ഇവിടെ അമ്മ റീനയാണ്. അവരെ ഏൽപ്പിച്ചിട്ട് പോയായിരുന്നല്ലോ. എന്തുകൊണ്ട് ഇവനെ തന്നെ ഏൽപ്പിച്ചിട്ട് പോയി? അതും ഇത്രയും ഉപദ്രവിക്കുന്ന ഇവനെ തന്നെ. ഇവളൊരു അമ്മയാണോ? ഇവളും ഈ പ്ലാനിന്റെ ഭാഗമാണ്. ഇവളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യം ചെയ്തേക്കുന്നത്. ഇവരുടെ കൂടെ ഈ കുട്ടി താമസിക്കാൻ തുടങ്ങിയിട്ട് 2 മാസം കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഏപ്രിൽ 11-ാം തീയതിയാണ് ഈ കുഞ്ഞിനെ ഈ അഖിലയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി ഇപ്പൊ കാണുന്ന വാടക വീട്ടിലോട്ട് താമസിക്കാൻ വരുന്നത്. അതിനുശേഷം അത് ചിരിച്ചു കാണത്തില്ല, അത്രയും ഉപദ്രവം ചെയ്തിട്ടുണ്ട്. സോ അഖിലയുടെ അമ്മയായിട്ടുള്ള റീനെ ഏൽപ്പിക്കാതെ അവനെ തന്നെ ഏൽപ്പിച്ചിട്ട് പോയപ്പോൾ തന്നെ അതിനകത്ത് ദുരൂഹതയുണ്ട്. ഉറപ്പാണ്, ഇവിടെ പങ്ക് ഉറപ്പാണ് അതിനകത്ത്. ഈ പ്ലാനിങ്ങിനകത്ത് ഇവളും ഇവന്റെ വീട്ടുകാരും യവനും ഭാഗമാണ്. അത് പറയാൻ മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിച്ചു എന്ന് വാർത്ത വന്നപ്പോൾ തന്നെ ഇവന്റെ സഹോദരിയും ഇവന്റെ അമ്മയും ആ വാടക വീട്ടിൽ വന്ന് അത് കഴുകി വൃത്തിയാക്കി, തെളിവുകളെല്ലാം നശിപ്പിച്ചു. കയ്യിലിട്ടിരുന്ന പ്ലാസ്റ്ററും തുണി അടക്കം എടുത്തു വെച്ച് കത്തിച്ചു. സാധാരണ ഒരു വീട്ടില് നമ്മൾ വീട് ക്ലീൻ ആക്കാറുണ്ട്, എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും കഴുകുകയൊക്കെ ചെയ്യുന്നത്. ഇത് ഉടനെ തന്നെ മരിച്ചെന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ വീടൊന്ന് കഴുവേണ്ട ആവശ്യം ഈ കടയാളികൾക്ക്? തെളിവ് നശിപ്പിക്കാൻ വേണ്ടി തന്നെ. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ചെയ്ത പരിപാടിയാണിത്. ഈ ലെറ്ററിന്റെ ഭാഗം നമുക്ക് ഈ ക്യാമറ ഇങ്ങോട്ടൊന്ന് കാണിച്ചാൽ മനസ്സിലാവും. അതായത് ഈ കത്തിച്ച അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിയ ഒരു കത്താണ്. ഇതിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് കുട്ടിയോട് മിണ്ടാൻ കൂടി അവർ അനുവദിക്കുന്നില്ല എന്നുള്ള ഒരു ഭാഗമാണ് ഇതിൽ നമുക്ക് തെളിഞ്ഞ് കാണാൻ സാധിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ കത്തിക്കരിക്കുന്ന നിലയിലാണ്. അങ്ങനെ ഈ വീട്ടിന്റെ അകത്ത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഇവർ കൂട്ടിയിട്ട് കത്തിച്ചതിനകത്ത് ബാക്കി വന്ന ഒരു ലെറ്ററാണ് അവരിപ്പോൾ എടുത്തു വെച്ച് കാണിച്ചേക്കുന്നത്. ഇത് ആരെഴുതിയാന്ന് എപ്പോഴെഴുതിയാന്ന് അറിയത്തില്ല. കുട്ടിയെ കാണാൻ പോലും സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വാരി കൂട്ടിയിട്ടാണ് കത്തിച്ചേക്കുന്നത്. സോ ഇതിനകത്ത് ഈ അമ്മ അഖില ഇവള് ഡാൻസ് കളിക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണോ തമിഴ്നാട്ടിലോട്ട് കെട്ടിയെടുത്തെന്ന് ആദ്യം അന്വേഷിക്കണം. ഇവള് മനഃപൂർവ്വം ഇവിടുന്ന് മാറിയതാണെങ്കിലോ? അവന്റെ വീട്ടുകാർ ഈ പന്നകളുടെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം പരിശോധിക്കണം. ഇത് പക്ക പ്ലാൻ ചെയ്ത് കൊന്നതാണ്. ഇത് മാത്രമല്ല, നമ്മുടെ സിസ്റ്റത്തിന്റെ ഫെയിലിയർ വിളിച്ചു കാണിക്കുന്ന ഒരു കേസാണിത്. നമ്മുടെ പോലീസുകാർ എഫിഷ്യന്റ് ആണ്, ഞാൻ എല്ലാവരെയും അടിച്ചാക്ഷേപിച്ച് സംസാരിക്കുമല്ല. പക്ഷെ എന്നാൽ ഇതുപോലുള്ള പോലീസുകാർ, ഇതുപോലുള്ള സ്റ്റേഷൻസ് നമ്മുടെ നാട്ടിലുണ്ട്. അവര് മര്യാദയ്ക്ക് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ ഒരു ആപത്ത് ഇവിടെ ഉണ്ടാവൂല. അവൻ ഇന്ന് ജീവനോട് ഇരുന്നേനെ. ഈ കേസിനകത്ത് 1 അല്ല 2 അല്ല പലതവണ പോലീസിന്റെ അനാസ്ഥ കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് ഈ അഷ്കർ എന്ന് പറയുന്നവൻ, ഇവന്റെ ഭാര്യ, അവൻ മുൻ ഭാര്യയെ ഉപദ്രവിച്ചിട്ട് അവര് കൊണ്ട് ഈ കേസ് 6 തവണയോളം കേസ് കൊടുത്തിട്ട് പോലീസിന്റെ ഭാഗത്ത് ഒരു നടപടി എടുത്തിട്ടില്ല. ആ പെണ്ണിന്റെ കോലം കാണണം. പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആ പെണ്ണിനെ പ്രേമിച്ച് 18-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചതാണ്. 20 വയസ്സുള്ള ആ പെണ്ണിനിപ്പോ ആ പെണ്ണിന്റെ കോലം കാണണം. ഇപ്പോഴത്തെ പഴയ കോലം ഇപ്പോഴത്തെ കോലോടെ കാണണം. അത്ര ക്രൂരത ആ പെണ്ണിനടുത്ത് ഇവൻ ചെയ്തിട്ടുണ്ട്. അവിടെ തല ഭിത്തിയെടുത്ത് അടിച്ചിട്ട് തലയിൽ ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്. കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞ് പോലീസിൽ അതിന്റെ ഉമ്മ കൊണ്ട് കേസ് കൊടുത്തിട്ട് പോലീസ് ഒരു മണ്ണാങ്കട്ടെ ചെയ്തിട്ടില്ല. ഒന്നത്. രണ്ടാമത്തത്, ഈ പെണ്ണിന്റെ അമ്മ റീന, അഖിലയുടെ അമ്മ, ഈ കൈ 2 ഒടിഞ്ഞ സമയത്ത് അവർക്ക് അതിനകത്ത് ഒരു അസ്വാഭാവികത തോന്നിയിട്ട് അവർ ആ സമയം അന്ന് രാത്രിയിൽ തന്നെ പോലീസിൽ കേസ് കൊടുത്തതാണ്. ഇവർ ഈ കൈ ഒടിഞ്ഞ കാര്യം അറിയുന്നത് ഈ അഖിലയുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് കണ്ടിട്ടാണ്. അത് വിളിച്ചു പറഞ്ഞതൊന്നുമല്ല. അന്നേ ദിവസം തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും കൊച്ചിനെ വേണമെന്ന് ആവശ്യപ്പെടുകയും SI എടുത്തും DYSP എടുത്തും ഈ കാര്യങ്ങൾ അഖിലയുടെ അമ്മ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും ഇവറ്റകളുടെ ഭാഗത്തുനിന്ന് ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. ഇവൻ അവരെ വിളിച്ചു, പോലീസുകാർ അവനെ വിളിച്ചു അവൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് പോയി മിണ്ടായിരുന്നു. അവൻ പറഞ്ഞു കൊച്ചു കാണ്ട സൈക്കിളിൽ നിന്ന് വീണ കൈയൊടിഞ്ഞതാണ്, തീർന്ന് പരിപാടി തീർന്ന്. ഇച്ചിരിയും ബോധവും പൊക്കണം ഉള്ളവനാണെങ്കിൽ 1.5 വയസ്സുള്ള കൊച്ചാണ് സൈക്കിളിനകത്ത് വീണ് കയ്യും കാലം ഒടിയുന്നത്. അത് ആലോചിച്ചൂടെ നിനക്കൊക്കെ? ആ രീതിയിലൊരു വീഴ്ച പറ്റും, മുഖത്ത് മുറിവുണ്ടാവൂലേ? വേറെ എവിടെങ്കിലും മുറിവുണ്ടാവൂലേ? ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ വേറെ എവിടെങ്കിലും മുറിവുണ്ടോന്ന്. എന്നിട്ട് പോലും പോലീസിന്റെ ഭാഗത്ത് ഒരു മണ്ണാങ്കട്ടം ചെയ്തിട്ടില്ല. ഏതെങ്കിലും തരത്തിലൊരു ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷപ്പെട്ടു പോയത്. ഇതിനെ നോക്കാൻ ആളില്ലാഞ്ഞിട്ടല്ലോ. 2 കുടുംബമാണ് നോക്കാൻ അതിനെ നിന്നത്. 2 കുടുംബം. 3 മാസമായിട്ട് അഖിലിന്റെ വീട്ടുകാർ ഈ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി പുറകെ നടക്കുകയാണ്, കൊടുത്തിട്ടില്ല. ആ വീട്ടുകാരുടെ അവസ്ഥയാണ് അതിനേക്കാളും കഷ്ടം. 2 മക്കളും മരിച്ചു. 9 വർഷം മുമ്പ് അഖിലിന്റെ സഹോദരി മരിക്കുന്നു, അഖില് മരിക്കുന്നു. ഇപ്പൊ ഒരു കൊച്ചുമോൻ ഉണ്ടായി, അതും പോയി. വല്ലാത്തൊരവസ്ഥ തന്നെ ആ വീട്ടുകാരുടെ. CWC എന്ന് പറയുന്ന ഒരു സാമാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരെയും വിളിച്ച് പോലീസ് ഇവര് പരാതി പറഞ്ഞതാണ്. ഈ റീന പരാതി പറഞ്ഞതാണ്. അതിന് അവരുടെ മറുപടി എന്തായിരുന്നു വെച്ചാൽ, നിങ്ങൾ ഓൾറെഡി പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അവർ തീരുമാനത്തിലെത്തട്ടെ, അവരത് ഒത്തുതീർപ്പാക്കിക്കോളൂ എന്ന്. ഈ ഇതിലാണ് അവരുടെ മറുപടി. ഈ കിഴങ്ങന്മാര് പിന്നെ എന്തോ തോലിക്കാനായിരിക്കുന്നത്? ഏതെങ്കിലും ഒരു നാടുകളിൽ നിന്ന് ഗൗരവത്തിൽ എടുത്തിരുന്നെങ്കിൽ, പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്നെങ്കിൽ ഇത് മനസ്സിലായനെ. ആ വീട്ടിൽ അത് അനുഭവിക്കുന്ന ദുരിതങ്ങൾ. ഈ ഒരു കാര്യത്തിൽ നമ്മുടെ നിയമ സംവിധാനം എത്ര തവണയാണ് പരാജയപ്പെട്ടിരിക്കുന്നത്? എന്തിന് പിരിച്ചുവിട്. ഇവന്മാർ ഈ നടപടി എടുക്കാത്ത ഈ നോക്കി എന്നവന്മാരെ സസ്പെൻഡ് ചെയ്യണം. ഇവന്മാർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണം. കുഞ്ഞിന്റെ സ്വന്തം മുത്തശ്ശിയാണ് വന്ന പരാതി കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ ആ ഒരു ഗൗരവത്തോടെ കാണാൻ വയ്യേ? ഇപ്പൊ എത്ര കേസുകളാണ് സ്വന്തം അമ്മ തന്നെ കുറ്റവാളി
പരിപാടിയായിട്ടുള്ളത്? നമ്മൾ കുറച്ചു നാൾക്ക് മുമ്പ് കണ്ടതാണ്. ഇവിടെ ഹരിപ്പാട് ഒരുത്തി വലിച്ചെറിഞ്ഞത്. കുഞ്ഞിനെ വേണ്ടെന്ന് അവളെ പറഞ്ഞു, കുഞ്ഞിനെ വേണ്ടെന്ന്. അവൾ പറഞ്ഞു ആ കുഞ്ഞിനെ എനിക്ക് ആവശ്യമില്ല. അവളെ ഏതോ ബംഗാളി അവനെന്തോ പ്ലക്കിയിട്ട് പോയപ്പോൾ ഉണ്ടായ കൊച്ചാണെന്ന് പോലും. ഏതോ അന്യസംസ്ഥാന തൊഴിലാളി പ്ലക്കിയിട്ട് ഉണ്ടായ കൊച്ച, കടി തീർത്തതാ. അതുകൊണ്ടാണ് അവളെടുത്ത് വലിച്ചെറിഞ്ഞതെന്ന്. ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്താണ് മറ്റേ പറിക്കൽ വന്നത്. അവിടെ മറ്റേടുത്ത മാനസികാവസ്ഥയെ പറഞ്ഞുകൊണ്ട്. യവൻ കൊടും ക്രിമിനൽ ആണെങ്കിൽ ഇവള് ഈ തള്ള, ഈ പന്ന മോള് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പിഴച്ചവളാ. ഈ രണ്ട് കഴിവേറികൾക്കും ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. അന്വേഷിക്കണം, അന്വേഷിച്ച് കണ്ടെത്തണം. അതിനെങ്കിലും ഒന്ന് ആത്മാർത്ഥത കാണിച്ച് അവനൊക്കെ മാക്സിമം ശിക്ഷ മേടിച്ച് ഇവന് ഇറങ്ങി നടക്കരുത്, ഈ നാട്ടിലിറങ്ങി നടക്കരുത്. മാക്സിമം ശിക്ഷ മേടിച്ച് കൊടുക്കാൻ നോക്ക്. ഇനി ഇങ്ങൊരു സംഭവം ഉണ്ടാവരുത്. നോക്കാൻ വൈകി പറ, വല്ല അമ്മത്തൊട്ടിലും കൊണ്ടിട്, അവർ നോക്കിക്കോളും. ഇവിടെ കുട്ടികളില്ലാത്ത എത്രയോ മനുഷ്യന്മാരുണ്ട്, അവർക്കൂടെ അവർ നോക്കിക്കോളും. എന്തിനിങ്ങനെ ചെയ്യണം? എന്തിന്? കൂടുതലൊന്നും പറയുന്നില്ല. ബൈ.